വയനാട് ലോക്സഭാ മണ്ഡലത്തോട് തൊട്ടുകിടക്കുന്ന മറ്റൊരു ലോക്സഭാ മണ്ഡലമാണ് കോഴിക്കോട്. അവിടെയും കനത്ത മത്സരം തന്നെയാണ് അല്ലേ? എം.കെ. രാഘവനും പ്രദീപ് കുമാർ രണ്ട് സ്റ്റാർ സിറ്റിംഗ് എം.പി, ഒന്ന് എം.എൽ.എ. എന്തായാലും സഫീറയുണ്ട് വിവരങ്ങൾ നൽകാൻ. സഫീറ, എങ്ങനെയാണ് രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം കോഴിക്കോട് മണ്ഡലത്തിലെ ഒരു മത്സരത്തെ ബാധിക്കുക? എങ്ങനെയാണ് ആ മത്സരത്തെ UDF-ൽ വലിയൊരു ഊർജ്ജം രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം UDF പ്രവർത്തകർക്ക്, കോഴിക്കോടുള്ളവർക്ക് ഒരു ഊർജ്ജം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? എങ്ങനെയാണ് LDF ക്യാമ്പ് അതിനെ നോക്കിക്കാണുന്നത്? കേരളത്തിൽ കോൺഗ്രസ് വളരെ നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയ ഒരു മണ്ഡലമാണ് കോഴിക്കോട് മണ്ഡലം. എം.കെ. രാഘവൻ സ്ഥാനാർത്ഥിയാകുന്നു എന്ന് ഉറപ്പായതോടുകൂടി തന്നെ പ്രചാരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നു. UDF പ്രവർത്തകരെല്ലാം എം.കെ. രാഘവനോടൊപ്പം നിന്നുകൊണ്ടുള്ള ഒരു പ്രചരണ പ്രവർത്തനങ്ങൾ തന്നെയാണ് തുടങ്ങിയത്. ഇപ്പോൾ മൂന്നാം ഘട്ടത്തിലാണ് കോൺഗ്രസിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ മുന്നോട്ട് പോകുന്നത്. എന്നാൽ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരുന്നു എന്ന വാർത്തകൾ വന്ന ആ സമയത്ത് കോൺഗ്രസ് പ്രവർത്തകരെല്ലാം വളരെ ആവേശത്തിലായിരുന്നു. കോഴിക്കോട് ജില്ലയിലും അതിൻ്റെ ഒരു അലയലുണ്ടായിരുന്നു. കേരളത്തിലുടനീളം രാഹുൽ ഗാന്ധി വരുന്നത് ഒരു ചർച്ചയായിരുന്നു. അതുപോലെ തന്നെ കോഴിക്കോട് മണ്ഡലത്തിലും ആ രീതിയിലുള്ള ചർച്ചകളൊക്കെ നടന്നിരുന്നു. രാഹുൽ ഗാന്ധി വരുന്നത് ഏറെ ആവേശത്തോടു കൂടി തന്നെയാണ് പ്രവർത്തകർ കണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ ഒരാഴ്ചയായി തുടരുന്ന അനിശ്ചിതത്വം ചെറിയ രീതിയിൽ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം രാഹുൽ ഗാന്ധി വരുന്നു എന്ന ഒരു വലിയൊരു ഹൈപ്പ് ഉണ്ടാവുകയും പെട്ടെന്ന് അതിനൊരു മങ്ങലേൽക്കുകയും ചെയ്തത് മണ്ഡലത്തെ ബാധിച്ചിട്ടുണ്ട്. അത് മൊത്തം UDF പ്രവർത്തകർക്ക് ഒരു മങ്ങലേൽപ്പിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ പോകുന്നതിനിടയിലാണ് സഫീറയാണ് കോഴിക്കോട് മണ്ഡലത്തിൽ, അവിടെയും വാശിയേറിയ മത്സരം തന്നെയാണ് നടക്കുന്നത്. അഞ്ജിത, നമ്മളിപ്പോൾ കേരളത്തിലെ മണ്ഡലങ്ങളെ കുറിച്ചാണ് സംസാരിച്ചത്. രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞിട്ടുള്ള രാഹുലിന്റെ കർമ്മഭൂമിയായ അമേഠിയിലും രാഹുൽ മത്സരിക്കുന്നുണ്ട്. അവിടെ പരാജയ ഭീതി കൊണ്ടാണ് രാഹുൽ ഇങ്ങോട്ടേക്ക് വരുന്നത് എന്നൊക്കെയാണ് BJP ക്യാമ്പ് പറയുന്നത്. പ്രത്യേകിച്ച് അവരത് ഉയർത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 2009-ലെയും 2014-ലെയും തെരഞ്ഞെടുപ്പ് ഫലം നോക്കിയിട്ടാണ്. 2009-ൽ രാഹുൽ നേടിയ ഭൂരിപക്ഷം 2014 ഉണ്ടായില്ല. അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഭയക്കുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത്. നമുക്ക് എന്തായാലും TK റാഷിദ് അമേഠിയിൽ നിന്ന് അവിടെ റിപ്പോർട്ട് ചെയ്യാനുണ്ട്. റാഷിദിനോട് തന്നെ നമുക്ക് ചോദിക്കാം. റാഷിദ്, വയനാട്ടിലും രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു, അതോടൊപ്പം അമേഠിയിലും രാഹുൽ മത്സരിക്കുകയാണല്ലോ. അവിടുത്തെ ഒരു രാഷ്ട്രീയ ചർച്ച എന്താണ്? കോൺഗ്രസ് അവകാശപ്പെടുന്നത് പോലെ കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം ഇത്തവണ രാഹുലിനെ അവിടെ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നാണോ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായും വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി AICC പ്രഖ്യാപിച്ചതോടെ ഉത്തർപ്രദേശും വലിയൊരു സബ്ജക്റ്റായി, ഒരു വിഷയമായി കേരളത്തിലും ചർച്ചയ്ക്ക് വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഉത്തർപ്രദേശിലെ അമേഠിയിൽ നിന്നായിരുന്നു രാഹുൽ ഗാന്ധി സ്ഥിരമായി മത്സരിച്ചു കൊണ്ടിരുന്നത്. 2004-ൽ, 2009-ൽ, പിന്നീട് 2014-ൽ, അങ്ങനെ 3 തവണ അദ്ദേഹം അവിടെ നിന്ന് ജനവിധി തേടി വിജയിച്ചു. 2004-ലെ ജനവിധി നോക്കുകയാണെങ്കിൽ അന്ന് കിട്ടിയ ഭൂരിപക്ഷത്തേക്കാൾ വർദ്ധിത ഭൂരിപക്ഷത്തോടെയായിരുന്നു അദ്ദേഹം 2009-ൽ മത്സരിച്ച് ജയിച്ചത്. പിന്നീട് 2014-ൽ മോദി തരംഗം അടക്കം അലയടിച്ച ആ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് അല്പം ഭൂരിപക്ഷം കുറഞ്ഞു. ഏകദേശം 1 ലക്ഷത്തി ചില്ലാനം ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം സ്മൃതി ഇറാനിയെ തോൽപ്പിച്ചുകൊണ്ട്, BJPയുടെ സ്മൃതി ഇറാനിയെ തോൽപ്പിച്ചുകൊണ്ട് പിന്നീട് MP ആയി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇതാണ് അമേഠിയിലെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്. ഇപ്പോഴും അദ്ദേഹം വയനാടിൻ്റെ കൂടെ അമേഠിയും മത്സരിക്കുന്നുണ്ട്. ഇപ്രാവശ്യം അമേഠിയിൽ എന്തായിരിക്കും അവസ്ഥ എന്നത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. അത് അവിടെ രാഹുൽ ഗാന്ധിക്ക് ഭയമുണ്ട്, തോൽക്കുമെന്ന പേടിയുണ്ട്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഒരു സുരക്ഷിത മണ്ഡലം തേടി കേരളത്തിലേക്ക് വന്നിരിക്കുന്നത്, വയനാടിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഒരുപോലെ BJPയും കേരളത്തിൽ ഇടതുപക്ഷം അടക്കമുള്ളവരും ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്ന, വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം. ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു സത്യാവസ്ഥ പരിശോധിക്കുമ്പോൾ കണക്കുകളിൽ നമുക്ക് വ്യക്തമാകുന്നത് 1967-ലാണ് അമേഠി മണ്ഡലം രൂപീകരിക്കപ്പെടുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ അവിടെ മത്സരിച്ചവരുടെയും ജയിച്ചവരുടെയും പശ്ചാത്തലം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്കതൊരു പരമ്പരാഗത കോൺഗ്രസ് മണ്ഡലമാണ് എന്ന് പറയേണ്ടി വരും. കാരണം രാജീവ് ഗാന്ധി തൊട്ട് ഇന്ദിരാഗാന്ധി തൊട്ട് ഏറ്റവും ഒടുവിൽ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാക്കൾ മത്സരിച്ച് തിളങ്ങിയ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ച തെരഞ്ഞെടുപ്പ്. അവിടെ 1977-ലാണ് ആദ്യമായി കോൺഗ്രസ് തോൽക്കുന്നത്. അന്ന് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി തന്നെയായിരുന്നു പരാജയപ്പെട്ടത്. പിന്നീട് 1988-ൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് മത്സരിച്ച സഞ്ജീവ് സിംഗ് തന്നെ BJPക്ക് വേണ്ടി കാൻഡിഡേറ്റായി, സ്ഥാനാർത്ഥിയായി. അങ്ങനെ കോൺഗ്രസ് ഒരിക്കൽ കൂടി അവിടെ പരാജയം രുചിച്ചു. അതിനുശേഷം ആ മണ്ഡലത്തിൽ, അല്ലെങ്കിൽ അതിനു മുൻപോ ശേഷമോ, ഈ 2 തവണ ഒഴികെ ആ മണ്ഡലത്തിൽ ഒരിക്കൽ പോലും കോൺഗ്രസ് തോറ്റിട്ടില്ല, കോൺഗ്രസിന് കൈവിട്ടിട്ടില്ല. ഈ നിലയിലാണ് ആ മണ്ഡലത്തിലെ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രമുള്ളത്. ഇതിൽ തന്നെ രാഹുൽ ഗാന്ധിയുടെ ഒരു പെർഫോമൻസ്, പ്രകടനം എങ്ങനെയാണ് എന്നത് നമ്മൾ ഇതിനകം പറഞ്ഞു കഴിഞ്ഞു. ഈ ഒരു അവസ്ഥയിൽ നിന്നാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. 2014-ലെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് രാജ്യത്തുടനീളം ഒരു UPA വിരുദ്ധ തരംഗം, അല്ലെങ്കിൽ UPA പരാജയമാണ് എന്നൊരു വികാരം ഉണ്ടാക്കിയെടുക്കുന്നതിൽ BJP വിജയിച്ച ഒരവസ്ഥ, മോദിയെ ഉയർത്തിക്കാട്ടി BJP ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ട സാഹചര്യം, ഇതൊക്കെ ഉണ്ടായിരുന്നു.
ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് 2014 തെരഞ്ഞെടുപ്പ് നടന്നത്. 2014 രാഹുൽ ഗാന്ധിക്ക് സ്വാഭാവികമായും എല്ലായിടത്തും കോൺഗ്രസ് പരാജയപ്പെട്ടപ്പോൾ അമേഠിയിൽ രാഹുൽ ജയിച്ചു. പക്ഷേ ഭൂരിപക്ഷം നന്നേ കുറഞ്ഞു. 3 ലക്ഷത്തിൽ ചില്ലാനമായിരുന്ന ഭൂരിപക്ഷം വളരെയധികം കുറഞ്ഞുകൊണ്ട് 1 ലക്ഷത്തിൽ ചില്ലാനമായി മാറി. അവിടെ അമേഠിയിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചത് ടി കെ റാഷിദാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.